അത്യാവശ്യമായി കുറച്ച് പണം വേണം. എന്ത് ചെയ്യും? വേവലാതിപ്പെടേണ്ട രാജു. കുറെ ലോൺ ആപ്പുകൾ ഡോക്യുമെന്റുകളും സെക്യൂരിറ്റിയും ഇല്ലാതെ ഉടനെ ലോൺ തരും. ഓ, കൊള്ളാലോ. വേഗം പണം, ഡോക്യുമെന്റ്സ് ഇല്ലാതെ, ക്രെഡിറ്റ് സ്കോർ പോലും ചെക്ക് ചെയ്യാതെ ഞാൻ ഉടനെ 5000 രൂപയുടെ ലോൺ എടുക്കും. ഓ, എത്ര വേഗം? സർ, ഞങ്ങളിൽ നിന്നും താങ്കൾ എടുത്ത ലോണിന് 7500 രൂപ അടയ്ക്കണം. പക്ഷേ 5000 രൂപയുടെ ലോണിന് 7500 രൂപ വളരെ കൂടുതലല്ലേ? സർ, താങ്കൾ എമൗണ്ട് അടയ്ക്കണം, അത്രമാത്രം. ഞാൻ വിചാരിച്ചത് നോമിനൽ ഇൻട്രസ്റ്റ് ചാർജുകളോടെ ലോൺ തിരിച്ചടയ്ക്കാമെന്നാണ്. പക്ഷെ ഈ ആപ്പ് കൊല്ലുന്ന ഇൻട്രസ്റ്റും പിന്നെ മറ്റു ചാർജുകളും ഈടാക്കുന്നല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഓ, ഈ സ്ഥാപനത്തിന് RBI അല്ലെങ്കിൽ മറ്റ് ആധികാരിക രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് പരിശോധിച്ചു? ഇല്ല, ലോൺ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് നോക്കിയില്ല. ഓർമ്മിക്കൂ, കടം തരുന്ന സ്ഥാപനത്തിന്, അതായത് NBFCക്ക് RBI രജിസ്ട്രേഷനും ലൈസൻസും ഉണ്ടോ എന്ന് നോക്കണം. ഓ, ഞാനത് ചെയ്യേണ്ടതായിരുന്നു. അറിഞ്ഞിരിക്കണം, നിയമവിരുദ്ധമായ ലോൺ ആപ്പ് ഫ്രോഡുകളെ സൂക്ഷിക്കുക. ചെയ്യേണ്ടവ: ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും മൊബൈൽ ഫോണിലെ ഡേറ്റ ആക്സസ് അനുവദിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഏത് കമ്പനിയിൽ നിന്നും NBFC ആപ്ലിക്കേഷനിൽ നിന്നും ലോൺ എടുക്കുന്നതിന് മുൻപ് അവയുടെ രജിസ്ട്രേഷൻ സ്റ്റേറ്റസ് RBIയുടെ വെബ്സൈറ്റ് www.rbi.org.in പരിശോധിക്കുക. നിബന്ധനകളും വ്യവസ്ഥകളും വായിക്കുക. ഈ സംഭവം അടുത്തുള്ള സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും cybercrime.gov.in നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും അറിയിക്കൂ. ചെയ്യരുതാത്തവ: ഡോക്യുമെന്റും ക്രെഡിറ്റ് സ്കോറും പരിശോധിക്കാതെ വേഗത്തിൽ ലോൺ തരുന്ന മൊബൈൽ ആപ്പുകളെ സൂക്ഷിക്കുക, ഒഴിവാക്കുക. എപ്പോഴും പലിശ നിരക്ക് പരിശോധിക്കുക.